ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. VSനുള്ള പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുന്നത് പാർട്ടി നിലപാടനുസരിച്ച് മകൻ VA അരുൺകുമാർ. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി നൽകിയ പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുന്നത് പാർട്ടി നിലപാടനുസരിച്ച് തീരുമാനമെന്ന് കുടുംബം. CPIM തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്ന് VSന്റെ മകൻ VA അരുൺകുമാർ പറഞ്ഞു. ജനഹൃദയങ്ങളിൽ VSനുള്ള സ്ഥാനമാണ് ഏതു പുരസ്കാരത്തെക്കാളും വലുതെന്നും പ്രതികരണമുണ്ട്. ഇത്തരം ഔദ്യോഗിക പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പ്രസ്ഥാനത്തിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ടെന്നും ആ മൂല്യങ്ങളെയും പാർട്ടിയുടെ തീരുമാനങ്ങളെയും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും മുറുകെ പിടിച്ചിരുന്നുവെന്നും കുറിപ്പിൽ അരുൺകുമാർ പറയുന്നു. VSന് ജനഹൃദയങ്ങളിൽ ലഭിച്ചിട്ടുള്ള സ്ഥാനമാണ് ഏതൊരു പുരസ്കാരത്തെക്കാളും വലുതെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹവായ്പകൾക്ക് നന്ദിയെന്നും അദ്ദേഹം കുറിച്ചു. വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബില്ല്. ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യരുടെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന വന്യജീവികളെ കൊല്ലുന്നതിനോ മയക്കുവെടിവെക്കുന്നതിനോ അനുവദിക്കുന്ന വ്യവസ്ഥ ബില്ലിലുണ്ട്. നിലവിലെ നിയമപ്രകാരം മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന വന്യജീവികളെ കൊല്ലുക എന്നത് സാങ്കേതികമായി പ്രയാസമേറിയ കാര്യമായിരുന്നു. ഇതേ തുടർന്നാണ് കേന്ദ്ര നിയമത്തിൽ കേരളം ഭേദഗതി വരുത്തിയത്. സംസ്ഥാനങ്ങളുടെ താൽപര്യം കാണിച്ച് സംസ്ഥാനത്തിന് മാറ്റം വരുത്തണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചത്. സർക്കാരിന്റെ ആവശ്യം ഗവർണർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുവാനുള്ള ഗവർണറുടെ തീരുമാനം. എയിംസ് കേരളം നിർദ്ദേശിച്ച സ്ഥലത്ത് കേന്ദ്രം സാധ്യതാ പഠനം നടത്തണം, ഇടപെട്ട് ഹൈക്കോടതി. എയിംസ് സ്ഥാപിക്കുവാൻ സംസ്ഥാനം നിർദ്ദേശിച്ച സ്ഥലത്ത് സാധ്യതാ പഠനം നടത്തുവാൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം. സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായി ഏകോപിപ്പിച്ചുകൊണ്ടാകണം പഠനം നടത്തേണ്ടത്. സ്ഥലം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർണായക നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചത്. ഫെബ്രുവരി 25-ന് മുൻപ് രേഖാമൂലം അറിയിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കിനാലൂരിലാണ് സംസ്ഥാനം എയിംസിനായി തിരഞ്ഞെടുത്ത ഭൂമിയുള്ളത്. കാസർഗോഡ് ജില്ലയിൽ എയിംസ് വേണമെന്നാവശ്യപ്പെട്ട് രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നിലപാട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആരാഞ്ഞത്. പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കാത്തതിനെതിരെ സ്പീക്കർക്ക് കത്തയച്ച് KC വേണുഗോപാൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ സംസാരിക്കാത്തതിനെതിരെ സ്പീക്കർക്ക് കത്തയച്ച് KC വേണുഗോപാൽ. ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഒഴിവാക്കിയതിൽ രാജ്യം മുഴുവൻ ഞെട്ടിയെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. അസാധാരണ സംഭവങ്ങൾക്കാണ് പാർലമെന്റ് വേദിയായത്. പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം ലോക്സഭ ഇന്നലെ പാസാക്കിയത്. പ്രധാനമന്ത്രി പ്രസംഗിച്ചാൽ ആക്രമിക്കുവാൻ ചിലർ തീരുമാനിച്ചിരുന്നുവെന്നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ പ്രതികരണം. ഭരണപ്രതിപക്ഷാംഗങ്ങളുടെ ചൂടുപിടിച്ച വാക്പോരിന് ഇന്നലെ രാജ്യസഭ വേദിയായി. പിന്നീട് രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളത്തിനിടെ പ്രധാനമന്ത്രി സംസാരിച്ചു. ചോദ്യങ്ങളിൽ ഇത്രയേറെ പരിഭ്രാന്തിയോ? സത്യത്തെ ഭയന്ന് പ്രധാനമന്ത്രി നുണകളിൽ അഭയം തേടുന്നു രാഹുൽ ഗാന്ധി. ചോദ്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് എന്തിനാണ് പരിഭ്രാന്തിയെന്ന് രാഹുൽ ഗാന്ധി. സത്യത്തെ ഭയന്ന് പ്രധാനമന്ത്രി നുണകളിൽ അഭയം തേടുന്നുവെന്നും രാഹുൽ വിമർശിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പ്രതികരണം. ചോദ്യങ്ങളിൽ ഇത്രയേറെ പരിഭ്രാന്തിയോ? മോദി സത്യത്തെ ഭയപ്പെടുന്നു, നുണകളിൽ അഭയം പ്രാപിച്ചു. എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്, രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. രാജ്യസഭയിൽ തന്റെ 97 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ചിരുന്നു. യുവരാജാവിന് എന്തൊരു അഹങ്കാരമാണ് എന്നാണ് മോദി രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. പോലീസിന് നേരെ കല്ലെറിഞ്ഞ് പ്രതിഷേധക്കാർ. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. കുക്കി ആധിപത്യമുള്ള ചുരാചന്ദ്പൂരിലാണ് പോലീസുമായി സംഘർഷമുണ്ടായത്. കുക്കി MLA-മാർ BJP സർക്കാരിന്റെ ഭാഗമായതിനാലാണ് പ്രതിഷേധം. പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു. റോഡ് തടഞ്ഞും പ്രതിഷേധമുണ്ടായി. റോഡിൽ പ്രതിഷേധക്കാർ ടയർ കത്തിച്ചു. മണിപ്പൂർ മുഖ്യമന്ത്രി യൂനാം ഖേംചന്ദിനെതിരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു. സുരക്ഷാസേന
ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ ശ്രമിച്ചപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയായിരുന്നു. സേനയ്ക്കെതിരെ ജനക്കൂട്ടം കല്ലെറിഞ്ഞതിനാൽ ഇത് ലാത്തിചാർജിനും കാരണമായി. സംഭവത്തിൽ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ട് RCB. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വനിതാ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ്. ആവേശപോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. RCBയുടെ 2ാം കിരീടമാണിത്. ആദ്യം ബാറ്റ് ചെയ്ത് ഡൽഹി ഉയർത്തിയ 204 റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യം 4 വിക്കറ്റ് മാത്രം ലക്ഷ്യത്തിൽ മറികടന്നാണ് RCB വനിതാ IPLലെ ഹാട്രിക് കിരീടം സ്വന്തമാക്കിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.